ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Deva Star Homes, Punalur. Punalur Electricals and Plumbing near Excise Circle Office, Tolikod, Punalur. Branded companiകളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. കേരളം ഇടതിനൊപ്പം തന്നെ. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 91 നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായ മുന്നേറ്റം നടത്തി LDF അധികാരത്തിലേക്ക്. 47 സീറ്റുകളിൽ UDF മേൽക്കൈ നേടിയപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് BJP പ്രതിനിധി ഇക്കുറി എത്തുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജ് 3 മുന്നണികളെയും അട്ടിമറിച്ച് PC ജോർജ് 27,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പൂഞ്ഞാറിൽ നിന്ന് PC ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തോടെ വൻമരങ്ങൾ കടപുഴകി വീഴുന്ന കാഴ്ചയായിരുന്നു കേരളം ഇത്തവണ കണ്ടത്. 4 മന്ത്രിമാരടക്കം UDFിലെ പല പ്രമുഖരും പരാജയത്തിന്റെ കൈക്കുനീർ വീഴ്ചു. മന്ത്രിമാരായ PK ജയലക്ഷ്മി, ഷിബു ബേബി ജോൺ, K ബാബു, KP മോഹനൻ, സ്പീക്കർ N ശക്തൻ നാരായൺ, ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി, ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ എന്നിവർ പരാജയപ്പെട്ടു. മഞ്ചേശ്വരത്ത് നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 89 വോട്ടുകൾക്കാണ് K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. K സുരേന്ദ്രന്റെ അപര സ്ഥാനാർത്ഥിയായ K സുരേന്ദ്ര എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 437 വോട്ടുകളാണ് ഇവിടെ നേടിയത്. രണ്ടാമത് റീകൌണ്ടിംഗ് നടത്തിയെങ്കിലും 89 വോട്ടുകൾക്ക് K സുരേന്ദ്രൻ പരാജയപ്പെട്ടതായി സ്ഥിരീകരിക്കുകയായിരുന്നു. അതുപോലെ നേമത്ത് O രാജഗോപാൽ 8000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് നേമത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും വിജയത്തിന്റെ തൊട്ടടുത്തെത്തി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയായിരുന്നു O രാജഗോപാലിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ നേമത്ത് വലിയ ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ പറയാം. BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. BJP ഇക്കുറി അക്കൗണ്ട് തുറക്കില്ല എന്ന് LDFും UDFും അടിവരയിട്ട് ഈ വോട്ടെണ്ണൽ ദിവസം പോലും രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. BJP ഇക്കുറി അക്കൗണ്ട് തുറക്കില്ല. എന്നാൽ അതിന് വിപരീതമായി BJP ഇക്കുറി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. O രാജഗോപാലിലൂടെ നേമത്ത് 8000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ O രാജഗോപാൽ വിജയിച്ചിരിക്കുന്നു. BJPക്ക് അഥവാ BJP ഇത്തവണ NDA സഖ്യമായിട്ടാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. NDA സഖ്യത്തിന് അഥവാ BJPക്ക് ലഭിച്ച ഏക വിജയ് നിയമസഭയിൽ അവരുടെ ഏക പ്രതിനിധി O രാജഗോപാൽ തന്നെയാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പൂർണ്ണ ആധിപത്യമായിരുന്നു LDFിനുണ്ടായിരുന്നത്. 11 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ വലിയ വിജയം തന്നെ എന്ന് അവകാശപ്പെടാൻ പറ്റും LDFിന്. ഒരിടത്ത് പോലും UDF പ്രതിനിധികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ ചവറയിലും പത്തനാപുരത്തും, അന്ന് UDFിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് B ഇപ്പോൾ LDFിന്റെ ഭാഗമാണെങ്കിലും അന്ന് 2 സീറ്റുകൾ UDFിന് നേടാൻ കഴിഞ്ഞു. മന്ത്രിസഭയുടെ ആദ്യഘട്ടങ്ങളിൽ ഇവർ രണ്ടുപേരും മന്ത്രിയായിരുന്നു. അവസാനം വരെയും ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്നു. മുന്നണി മാറ്റത്തിലൂടെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. എങ്കിലും 2 സീറ്റുകൾ നേടിയിരുന്ന കൊല്ലം ജില്ലയിൽ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിനിധികളും UDFിന്റെ എല്ലാ പ്രതിനിധികളും കൊല്ലം ജില്ലയിൽ പരാജയപ്പെട്ടു. വൻ മുന്നേറ്റം LDF ഇത്തവണ കൊല്ലത്ത് നേടിക്കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് പുനലൂർ നിയോജകമണ്ഡലത്തിലാണ്. പുനലൂർ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K രാജു
82,136 വോട്ടുകളാണ് നേടിയത്. പ്രധാന എതിർ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന മുൻ MLA മലപ്പുറത്ത് നിന്ന് MLA ആയിരുന്ന ഡോക്ടർ എ യൂനിസ് കുഞ്ഞ് 48,553 വോട്ടുകളാണ് നേടിയത്. 33,582 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കെ രാജു ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. പുനലൂരിന്റെ സമഗ്ര വിശകലനത്തിലേക്ക്. രണ്ട് 2,39,012 വോട്ടർമാരായിരുന്നു പുനലൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1,44,472 വോട്ടുകളാണ് പോൾ ചെയ്തത്. അഡ്വക്കേറ്റ് കെ രാജുവിന് LDF പ്രതിനിധിയായ അഡ്വക്കേറ്റ് കെ രാജുവിന് ലഭിച്ചത് 82,136 വോട്ടുകൾ. UDF സ്ഥാനാർത്ഥി ഡോക്ടർ എ യൂനിസ് കുഞ്ഞ് 48,554 വോട്ട്. NDA സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിസിൽ ഫെർണാണ്ടസിന് 10,558 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് 19,000-ൽ പരം വോട്ടുകൾ BJPക്ക് സ്വന്തമായി 19,000-ൽ പരം വോട്ടുകൾ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 10,558 കുറഞ്ഞു. ഇത് വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കും എന്ന് തന്നെ കരുതപ്പെടുന്നു. SUCI സ്ഥാനാർത്ഥി കെ ശശാങ്കൻ 1,117 വോട്ടുകളാണ് പുനലൂരിൽ നേടിയത്. ശിവസേന സ്ഥാനാർത്ഥി സതീഷ് കുമാർ 414 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നെട്ടയം സുജി 639 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി നവാസ് 164 വോട്ടുകളും നേടി. നോട്ടയ്ക്ക് ലഭിച്ചത് 888 വോട്ടുകളാണ്. 33,582 വോട്ടുണ്ട്. 33,582 വോട്ട് എന്ന് പറഞ്ഞ മൃഗീയ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് കെ രാജു പുനലൂരിൽ നിന്നും മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പത്തനാപുരത്തെ സമഗ്ര രാഷ്ട്രീയ വിശകലനങ്ങളുമായി പ്രദീപ് ഗുരുകുലം ചേരുന്നു. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിന്. നമസ്കാരം. സംസ്ഥാന ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അവിടുത്തെ ഫലപ്രഖ്യാപനങ്ങൾ അതോടൊപ്പം തന്നെ അവിടുത്തെ പൊതുവിലുള്ള രാഷ്ട്രീയവും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ നിൽക്കുന്നത്. പത്തനാപുരം സെന്റ് സ്റ്റീവൻ സ്കൂളിൽ വെച്ചാണ് ഇക്കുറി വോട്ടെണ്ണൽ നടന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഏറെ ശ്രദ്ധ നേടിയ ഒരു മത്സരമായിരുന്നു പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നടന്നത് എന്ന് പറയാൻ കാരണം അവിടെ മത്സരിച്ച പ്രമുഖ സ്ഥാനാർത്ഥികൾ 3 പേരും സിനിമാ താരങ്ങളായിരുന്നു. ആര് മത്സരിച്ചാലും അവിടെ ജയിക്കുന്നവർ, അവിടെ MLA ആകുന്നത് സിനിമാ താരം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ പത്തനാപുരത്തിന്റെ ജനനായകൻ ആരാണ് എന്നറിയാനുള്ള ആ കാത്തിരിപ്പ് KB ഗണേഷ് കുമാർ തന്നെയാണ് പത്തനാപുരത്തിന്റെ MLA എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും പത്തനാപുരത്ത് ഉണ്ടായ ഈ വിജയം സംസ്ഥാനത്ത് ആകമാനമുണ്ടായ ഇടത് തരംഗത്തിനൊപ്പം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ ആകെ നേടിയത് 74,429 വോട്ടാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ PV ജഗദീഷ് കുമാറിനേക്കാൾ 24,567 വോട്ട് അദ്ദേഹം കൂടുതൽ നേടിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി രഘു ദാമോദരനാകട്ടെ നേടിയത് 11,700 വോട്ടുകൾ മാത്രമാണ്. BJP സ്ഥാനാർത്ഥിയായ രഘു ദാമോദരന് ഇത്രമേൽ വോട്ട് കുറഞ്ഞത് തീർച്ചയായും BJP കേന്ദ്രങ്ങൾക്കുള്ളിൽ ഈ വരും ദിവസങ്ങളിൽ വലിയ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഇട നൽകും എന്നാണ് രാഷ്ട്രീയപരമായി അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ 25,000-ഓളം വോട്ട് BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതാണെന്നും BJPക്ക് കുത്തക വോട്ടുകളായി 25,000 വോട്ടുകൾ ഉണ്ട് എന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലൂടെ BJP അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ചലച്ചിത്ര താരമായ രഘു ദാമോദരൻ, ഭീമൻ രഘു അവിടെ ശക്തമായ മത്സരം അഴിച്ചുവിട്ടിരുന്നു. ആ മത്സരത്തിൽ ദേശീയ നേതാക്കൾ അടക്കം വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തിയതാണ്. അവിടെ അദ്ദേഹത്തിന് 11,700 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് പത്തനാപുരത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കും എന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. തൊട്ടടുത്തുള്ള നോട്ട കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്കറിയാം. രാഷ്ട്രീയ പാർട്ടികളോടുള്ള അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സമ്മതിദായകർ അവരുടെ പൗരാവകാശം രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. 454 വോട്ട് നോട്ട കരസ്ഥമാക്കിയിട്ടുണ്ട്. ശിവസേനയുടെ MG സുധീർ 254 വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ SDPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസി 3,843 വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ BSPയുടെ പെരുന്നാട് ഗോപാലകൃഷ്ണൻ 846 വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. അവിടെ ആകെ പോളിംഗ് നടന്നത് 74.87% പോളിംഗ് ആയിരുന്നു പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ആകെ നടന്നത്. മടങ്ങിവരാം. ചവറയിൽ എൻ വിജയൻപിള്ള LDF പ്രതിനിധിയായ എൻ വിജയൻപിള്ള 64,666 വോട്ടുകൾ നേടി. എതിർ സ്ഥാനാർത്ഥി UDFിലെ ഷിബു ബേബി ജോൺ ആയിരുന്നു. ഷിബു ബേബി ജോൺ ലഭിച്ചത് 58,477 വോട്ടുകൾ മാത്രമാണ്. 6,189 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൻ വിജയൻപിള്ള LDF സ്ഥാനാർത്ഥി എൻ വിജയൻപിള്ള ചവറയിൽ നിന്നും വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കരുനാഗപ്പള്ളി CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആർ രാമചന്ദ്രൻ LDF പ്രതിനിധിയായ ആർ രാമചന്ദ്രൻ 69,902 വോട്ടുകൾ നേടിയിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി CR മഹേഷ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന CR മഹേഷിന് ലഭിച്ചത് 68,143 വോട്ടുകളാണ്. 1,759 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും LDF പ്രതിനിധി ആർ രാമചന്ദ്രൻ വിജയിച്ചിരിക്കുന്നു. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റായിട്ട് മത്സരിച്ച കോവൂർ കുഞ്ഞുമോൻ UDFിലെ RSP പ്രതിനിധിയും തന്റെ ബന്ധുവുമായ ഉല്ലാസ് കോവൂരിനെ 20,529 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കോവൂർ കുഞ്ഞുമോൻ ലഭിച്ചത് 75,725 വോട്ടുകളാണ്. ഉല്ലാസ് കോവൂരിനാവട്ടെ 55,196 വോട്ടുകളും ലഭിച്ചു. താരപോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കണക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്. KB ഗണേഷ് കുമാർ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ ഇവിടുന്ന് 4ാമത് വീണ്ടും ജനവിധി തേടിയ KB ഗണേഷ് കുമാറിന് 74,429 വോട്ടുകൾ ലഭിച്ചപ്പോൾ PV ജഗദീഷ് കുമാർ ചലച്ചിത്ര താരം കൂടിയായ PV ജഗദീഷ് കുമാറിന് 49,867 വോട്ടുകളാണ് ലഭിച്ചത്. 24,562 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും KB ഗണേഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മുൻ വർഷങ്ങൾ, അതായത് കഴിഞ്ഞ വർഷം CPMലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാജഗോപാലിനോട് മത്സരിച്ചപ്പോൾ 20,402 വോട്ടുകൾക്കാണ് KB ഗണേഷ് കുമാർ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇത്തവണ 4,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 24,562 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പത്തനാപുരത്ത് നിയമസഭയെ KB ഗണേഷ് കുമാർ പ്രതിനിധീകരിക്കുന്നു. കൊല്ലത്ത് ചലച്ചിത്ര താരം കൂടിയായ M മുകേഷ് മത്സരിച്ച കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു M മുകേഷിന്റെ മത്സരം. 63,103 വോട്ടുകളാണ് ഇവിടെ മുകേഷ് നേടിയത്. UDF സ്ഥാനാർത്ഥിയായ സൂരജ് രവി, മുൻ MLA കൂടിയായ തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവിയായിരുന്നു മുഖ്യ എതിർ സ്ഥാനാർത്ഥി. UDFിലെ സൂരജ് രവിക്ക് ലഭിച്ചത് 45,492 വോട്ടുകളാണ്. 17,611 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും M മുകേഷും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരവിപുരം മണ്ഡലത്തിൽ M നൌഷാദ് സിറ്റിംഗ് MLA ആയ AA അസീസിനെ പരാജയപ്പെടുത്തിയത് 28,803 വോട്ടുകൾക്കാണ്. LDF വിട്ട് UDFിലേക്ക് ചേക്കേറിയ RSP പ്രതിനിധിയായിട്ടായിരുന്നു AA അസീസ് മത്സരിച്ചത്. AA അസീസിന് 36,589 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. അതേസമയം M നൌഷാദിന് ലഭിച്ചതാവട്ടെ 65,392 വോട്ടുകൾ. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥി GS ജയലാൽ വിജയിച്ചിരിക്കുന്നു. 34,407 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും GS ജയലാൽ ജയിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് എന്നാൽ UDF സ്ഥാനാർത്ഥിയല്ല NDA പ്രതിനിധിയാണ് 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. BB ഗോപകുമാർ 33,199 വോട്ടുകളാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി ഗോപകുമാർ നേടിയിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് MLA യും മുൻ മന്ത്രിയുമായിരുന്ന മുല്ലക്കര രത്നാകരൻ CPI LDF പ്രതിനിധിയായ CPIയിലെ മുല്ലക്കര രത്നാകരൻ 71,298 വോട്ടുകളാണ് ഇവിടെ നേടിയിരിക്കുന്നത്. KPCC ഉപാധ്യക്ഷനായ MM ഹസൻ ലഭിച്ചത് 49,334 വോട്ടുകൾ മാത്രമാണ്. 21,928 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും 3ാമത് വീണ്ടും മുല്ലക്കര രത്നാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടാരക്കര സിറ്റിംഗ് MLA യും 3ാമത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന P ഐഷ പോറ്റി LDF സ്ഥാനാർത്ഥിയായ P ഐഷ പോറ്റി 83,443 വോട്ടുകൾ നേടിയപ്പോൾ സബിൽ സത്യൻ മുൻ DCC പ്രസിഡന്റ് V സത്യശീലന്റെ മകനായ സബിൽ സത്യന് ലഭിച്ചത് 40,811 വോട്ടുകളാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് വിശേഷിപ്പിക്കുക 42,632 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്നും P ഐഷ പോറ്റി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കുണ്ടറ J മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 30,460 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എതിർ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് വക്താവുമായ രാജ്മോഹൻ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 79,049 വോട്ടുകൾ J മേഴ്സിക്കുട്ടിയമ്മ നേടിയപ്പോൾ രാജ്മോഹൻ തന്നെ 48,587 വോട്ടുകൾ മാത്രമാണ് നേടാനായത്.
ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ LDFും UDFും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ മുന്നേറ്റം LDF നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും നിസ്സാര വോട്ടിന് തന്നെ പലരും വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത് രാഷ്ട്രീയ കേരളത്തിൽ വൻ ചർച്ചയാവും. അതുപോലെ തന്നെ NDAയുടെ ഒരു മുന്നേറ്റം, NDA പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മണ്ഡലത്തിലും അതിനെയൊരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമായി മാറിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് ലഭിച്ചിരുന്ന പല വർധനവും, വോട്ടിന്റെ കാര്യത്തിലുണ്ടായിരുന്ന പല വർധനവും ഇക്കുറി NDAക്ക് നേടാനായില്ല എന്ന് തന്നെയാണ് ഒരു സത്യം. അതുതന്നെ വട്ടിയൂർക്കാവിലേറ്റ പരാജയം, അതുപോലെ മഞ്ചേശ്വരത്തേറ്റ പരാജയം, പാലക്കാടേറ്റ പരാജയം, ഇതൊക്കെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വൻ ചർച്ചയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതോടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.